ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും ഇന്നലെയും ആയിക്കിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ടാവും. ഇങ്ങനെ അൺനോൺ എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഐഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ടിട്ടൊക്കെ നിങ്ങളുടെ ചാനലിൽ വ്യൂസിനെ കാണുന്നില്ല, പബ്ലിക് എന്ന് പറയുന്ന ബട്ടൺ കാണുന്നില്ല, ലൈക്ക് ബട്ടൺ കാണുന്നില്ല, പലപ്പോഴും വീഡിയോസ് ഒന്നും ഇതുപോലെ ബ്ലാക്ക് ആയി കിടക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ച് പലരും നമുക്ക് നിരന്തരമായിട്ട് ഫോൺ കോളുകൾ ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ പലരും മെസ്സേജുകൾ അയക്കുന്നുണ്ട് ഇന്നലെ വിളിച്ചിട്ട്. കാരണം പെരുന്നാളാണ്, നമുക്ക് തുറന്നു നോക്കാൻ പെരുന്നാളിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഒരു വീഡിയോസ് തന്നെ ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ വ്യൂസ് കൂടുന്നു, അതുകൊണ്ടുള്ള സാമ്പത്തിക ഉപകാരങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതുപോലെ നമുക്ക് വല്ല മെച്ചവും ഉണ്ടോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പൊ അതിലിടക്കാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ വരുന്നത്. ഇതെന്താണ്, ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പൊ മറുപടി നമ്മൾ പറഞ്ഞു മടുത്തു. അപ്പൊ ഇതിവിടെ ഒരു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എറർ മാത്രമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഇനി ചിലപ്പോൾ ഇതൊരു പക്ഷെ 24 hours ഒക്കെ വരെ ഇത് നീണ്ടു നിന്നേക്കാം. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇതുപോലെ ബാധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് വന്നു, എന്ത് ചെയ്യാം എന്നുള്ളത്. നിങ്ങളൊന്ന് ബാക്ക് അടിച്ചൊന്ന് റീഫ്രഷ് ചെയ്താൽ അത് ശരിയായി. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളത്. നമുക്ക് നോർമലി ഞാനൊരു വീഡിയോസ് ചെയ്യാൻ അത്രയും സമയം എടുക്കുന്നതാണ്. പക്ഷെ ഇത് പെരുന്നാളായിട്ട് പോലും പലരും നമുക്ക് നിരന്തരമായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പലർക്കും ഇതുപോലെ അൺനൗൺ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. മറ്റു ചിലർക്ക് പല രൂപത്തിലായിരിക്കും ഇതിന്റെ ഒരു എഫക്റ്റ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ഇതാണ് ഇതിന്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അടുത്തത് വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോസിന്റെ ഇപ്പൊ പുതിയ വന്ന മാർച്ച് 31 വന്ന യൂട്യൂബിന്റെ മാറ്റങ്ങൾ, ചില ഷോർട്സിൽ വന്ന ചില മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഇന്ന് തന്നെ. അപ്പൊ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ. കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോസ് ചെയ്തിട്ടതാണ്. വളരെ സമയം കുറവുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് ഇത് ഇടുന്നത്. അപ്പൊ ഞാനിത് ഓൾറെഡി പറഞ്ഞു, യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചില അവിടെ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു എഫക്റ്റ്, അതായത് ഈ ഒരു വ്യൂസിനെ കൂടുതൽ പഴയ ഒരു രീതിയിൽ നിന്നും പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അപ്ഡേറ്റുകളും ഇതൊക്കെ കൂടെ ഉണ്ടാകുന്ന ചില ക്ലാഷ് ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് ശങ്കരാടി നിങ്ങളോട് പറഞ്ഞത് കേട്ടിട്ടില്ലേ? റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടത്, ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് വന്നുള്ള എറർ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ച എല്ലാവർക്കും ഈദ് മുബാറക്ക് ഞാൻ പറയുന്നു. ഇന്നലെ ഒന്നും വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈദ് മുബാറക്ക് ഞാൻ പറയുന്നു. ഇന്ന് നല്ലൊരു കിടിലൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ബൈ.